ഇപ്പോൾ IC ബാലകൃഷ്ണൻ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ IC ബാലകൃഷ്ണൻ, ഇത് തന്നെയാണോ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം അല്ലെങ്കിൽ CPM അടക്കം ആവശ്യപ്പെടുന്നത്? വയനാട് പുനരധിവാസത്തിനായി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച തുകയുടെ കണക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല? ഞങ്ങള് വെളിപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തക നേതാക്കളെയും ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ. ഞങ്ങൾ മാത്രമാണോ പണം പിരിച്ചിരിക്കുന്നത്? പിരിച്ചെടുത്ത പൈസന്റെ തുകയുടെ വ്യക്തമായ കണക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലുണ്ട്. KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ജോയിന്റ് അക്കൗണ്ട് വളരെ കൃത്യമായിട്ട് പരിശോധിക്കാൻ കഴിയും. ഞങ്ങൾക്ക് അതിലൊരു ഒന്നും മറച്ചു വെക്കേണ്ടതില്ല. ഞങ്ങളുടെ പാർട്ടിയുടെയും ഞങ്ങളുടെ സംവിധാനത്തിന്റെയും പ്രവർത്തനങ്ങൾ തുറന്ന പുസ്തകമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കണത്, ഗവൺമെന്റിന് എത്ര കോടി രൂപ ആരൊക്കെ എന്തൊക്കെ കൊടുത്തെന്ന് പ്രസിദ്ധീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണ്ടേ? ഞങ്ങൾ ഭൂമി എടുത്തു, ഞങ്ങൾ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു, അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. പക്ഷെ അപ്പോഴും അതായത് കോൺഗ്രസ് പ്രവർത്തകരോടും നേതാക്കളോടും മാത്രം പറഞ്ഞാൽ പോരല്ലോ. അതുപോലെ പൊതുജനത്തിന് മുന്നിൽ വെക്കണ്ടേ? ആരൊക്കെയാണ് ഞങ്ങൾക്ക് പണം തന്നത്, ആരൊക്കെയാണ് ഞങ്ങളെ സഹായിച്ചത്, അത് വളരെ വ്യക്തമായിട്ട് ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങളത് ബോധ്യപ്പെടുത്തും. അങ്ങനെ ഒന്നും മറച്ചു വെക്കേണ്ടതില്ല കോൺഗ്രസിന്. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിന് ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ തുക, ഈ ദുരന്ത ബാധിതരുടെ സഹായത്തിന് വേണ്ടി കിട്ടിയ തുക ഓരോന്നോരോന്നായി വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണ്ടേ? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അവിടെ ടൗൺഷിപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്, അതിന്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചൂണ്ടിക്കാണിക്കാൻ ഒരു സംഗതിയുണ്ട്. ഇനി കണക്ക് വ്യക്തമാക്കുന്നത് പ്രതിപക്ഷത്തിന് ഉയർത്താവുന്ന ചോദ്യമാണ്. അതിനപ്പുറത്തേക്ക് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തുണ്ട് കാണിക്കാൻ? സർക്കാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങൾ അവിടെ ഭൂമി എടുത്തു. ഭൂമിയുമായി ബന്ധപ്പെട്ട് അവിടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അത് പ്രിയങ്ക ഗാന്ധി അടക്കം വന്ന് അവിടെ തറക്കല്ലിട്ടു, അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു. ഞങ്ങള് തുടങ്ങിയല്ലോ, അതും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമല്ലോ. ഇപ്പൊ ടൗൺഷിപ്പ് ചൂണ്ടിക്കാണിക്കുമ്പോ അതും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമല്ലോ. അതായത് ഈ തെരഞ്ഞെടുപ്പിന് താങ്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരും. കാരണം ആ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പോഴും തുടങ്ങിയല്ലോ എന്നുള്ള മറുപടി മാത്രമാണോ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത്? അതൊക്കെ ജനങ്ങൾ അറിയാം, ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഞങ്ങളൊരു ഗവൺമെന്റ് അല്ലല്ലോ, ഞങ്ങളൊരു പ്രസ്ഥാനമാണ്. എവിടെയാണ് CPM വീട് നിർമ്മിച്ചു കൊടുത്തത്? എവിടെയാണ് CPM സഹായിച്ചത്? ബാലകൃഷ്ണൻ, ഇപ്പോൾ എന്തൊക്കെ പണികൾ താങ്കൾ പറയുന്നു? അവിടെ തറക്കല്ലിട്ടു, അത് നമ്മളൊക്കെ കണ്ടതാണ്, തറക്കല്ലിടലും ചടങ്ങുമൊക്കെ. അതിനപ്പുറത്തേക്ക് ഇവിടെ ഇപ്പോൾ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു? ഞങ്ങൾ ഒന്നാം ഘട്ടം ഭൂമി എടുത്തു, രണ്ടാം ഘട്ടം ഭൂമി എടുത്തു, അതിന്റെ എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാകുന്നുണ്ട്. അവിടെ മറ്റു പ്രവൃത്തികൾ തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമായി കഴിഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വളരെ വ്യക്തമായി KPCCയുടെ നേതൃത്വത്തിൽ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്കറിയാം.